ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറുപയറും പച്ചരിയും വെച്ചിട്ട് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള കട്ടിപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീഡിയോ കാണാം. 1 കപ്പ് പച്ചരി ഇതുപോലെ അളന്നെടുക്കണം. കപ്പിന് വരെ ഏത് പാത്രമായാലും ഇങ്ങനെ ചെയ്താൽ മതി. ഇതേ കപ്പിൽ തന്നെ 1/2 കപ്പ് തൊലി കളഞ്ഞ ചെറുപയറും കൂടെ എടുക്കുന്നുണ്ട്. ചൂടായിട്ടുള്ള ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പയർ ചേർത്തൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് വറുക്കണ്ട. തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ള ചെറിയ ബർണറിൽ. അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതാ ഒരുവിധം ഒന്ന് ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. ഉടനെ തന്നെ ആ പാത്രത്തിൽ നിന്ന് മാറ്റുകയും വേണം. അരിയും ചെറുപയറും കൂടി നന്നായിട്ട് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അരമണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ആ വെള്ളം നമുക്ക് വേവിക്കുന്നതിന് ഉപയോഗിക്കുകയും ചെയ്യാം. പോരാത്ത വെള്ളം പിന്നീട് ഒഴിച്ചാൽ മതിയാവും. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ പച്ചരിയാണ്. ഒരുവിധം കുതിർന്നിട്ടുണ്ട് പയറും പച്ചരിയൊക്കെ. നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. കപ്പ് വെള്ളം, മൊത്തം 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇപ്പോൾ ചെറിയ ബർണറിൽ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. സ്റ്റീം വന്ന ശേഷം വെയിറ്റ് വെച്ച് 3 വിസിൽ വന്നത് ഓഫ് ചെയ്യാം. തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്. അരി ഇളന്ന അതേ കപ്പിൽ 1.25 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തൊന്ന് ഉരുക്കിയെടുക്കാം. തീ ഏറ്റവും കുറച്ച് വയ്ക്കണം. തിളച്ച് ശർക്കര ഉരുക്കി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. 3 വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് കുഴഞ്ഞു പോകരുത്. ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ചില അരിയുടെ അനുസരിച്ച് വേഗയിൽ വ്യത്യാസം വരാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. ഇനി 1 നുള്ളി ഉപ്പ് ചേർക്കാം. ചെറിയൊരു തേങ്ങയുടെ പകുതി വളരെ പൊടിയായിട്ട് തിരുവി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഞെവിടി ചേർക്കാം. പാലുള്ള തേങ്ങ തന്നെ എടുക്കണം. കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഏലക്കയുടെ അരിയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് 2 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. പൊടിച്ച് ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ ഇതുപോലെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. കട്ടിപ്പായസം ആകുമ്പോൾ ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് മുന്തിരിങ്ങയും പറങ്ങേണ്ടി ഒന്ന് വറുത്തെടുക്കാം. പറങ്ങേണ്ടി ചെറുതായിട്ടൊന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മുന്തിരിയും കൂടെ ചേർത്തൊന്ന് പൊള്ളിച്ച് വരുന്ന സമയത്ത് എടുക്കാം. പാകത്തിനായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ച് മാറ്റി വയ്ക്കാതെ ലാസ്റ്റിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. നല്ലതുപോലെ വേകുമ്പോഴാണ് ഈ ഒരു പദത്തിൽ കിട്ടുന്നത്. നമുക്ക് ആ ചോറും പയറും ഒക്കെ നന്നായിട്ട് കാണുകയും ചെയ്യാം. നല്ലപോലെ വെന്തിട്ടുമുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.